നമസ്തേ. ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഹൈറേഞ്ച് ഗോസ്പൽ മിഷൻ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങളാണിത്. ഒന്ന് കണ്ടു നോക്കൂ. അനന്തപത്മനാഭന്റെ ജീവചരിത്രം പുറത്തിറക്കുന്ന പുസ്തകം നിങ്ങൾ അറിയണ്ടേ? അയ്യങ്കാട് ചരിത്രം സിനിമയായിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുവിന്റെ ചരിത്രം സിനിമയായിട്ടുണ്ട്. എന്തുകൊണ്ടും അനന്തപത്മനാഭന്റെ ജീവചരിത്രം ഒരു സിനിമയാക്കി കൂടാ? ഇത്രയും വലിയ സിനിമാ സംവിധാനങ്ങളൊക്കെ ഭരിക്കുന്ന മാടമ്പിമാരെന്ന് ചിന്തിച്ച് എന്താണെന്നറിയണ്ടേ? ഇതിനെ സർട്ടിഫിക്കറ്റ് അതുപോലെ കിടക്കും. എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്രമുണ്ട്. പെട്ടെന്ന് സെൻസർ ബോർഡ് കൃത്യമായി ഇത് കൊടുത്തു കഴിഞ്ഞാൽ സിനിമയാക്കാൻ പറ്റില്ല എന്ന്. അതാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി. അന്ന് അനുഭവിച്ച ദുരിതങ്ങളും നിമിത്തം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഒരു പ്രയോഗം, എടുത്തെറിയടാ കിണ്ടി. ഈ വിഷയത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ശക്തമായ നിലപാട് അറിയിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വെളിയൽക്കുടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലേക്ക് കൂടി നമുക്ക് പോകാം. കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു ക്രൈസ്തവ പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഭാരതകേസരി മന്നത്ത് പത്മനാഭനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു പൊതുസമൂഹത്തിൽ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു. ഒരു കവലയില് മൈക്ക് കെട്ടിവെച്ചുകൊണ്ട് ഭാരതകേസരി മന്നത്ത് പത്മനാഭനെ വളരെ ദുരുദ്ദേശത്തോടുകൂടി അദ്ദേഹത്തിനെ പറ്റി ഒരു ചലച്ചിത്രം ഇറക്കുകയാണെങ്കിൽ അത് സർട്ടിഫിക്കറ്റ് ആയിരിക്കുമെന്ന രീതിയിലുള്ള ഒരു വളരെ മോശമായ പ്രസംഗം ഒരു ക്രൈസ്തവ പാസ്റ്റർ നടത്തി എന്നുള്ളത് കേരള സമൂഹത്തിന് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും ഒക്കാത്ത രീതിയിലുള്ള ഒന്നായിപ്പോയി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അടുത്ത കാലത്തായി ഉത്തരേന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പല പ്രദേശങ്ങളിലും ഹൈന്ദവ ബിംബങ്ങളെയും ഹൈന്ദവ സമുദായ ആചാര്യന്മാരെയും വളരെ നിന്ദയായിട്ടും വളരെ മോശമായ രീതിയിലും ഇത്തരത്തിലുള്ള പാതിരിമാര് പ്രസംഗിച്ചുകൊണ്ട് മോശപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇതൊരു ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതിനെ മുളയിലെ നുള്ളേണ്ട ഒരു കാലഘട്ടമാണിത്. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ ഉത്തരേന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് പറയുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള സനാതന വിശ്വാസികൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിലൊക്കെ പ്രതികരിക്കുമ്പോൾ ഈ കേരള സമൂഹത്തില് അതിനെപ്പറ്റി ദിവസങ്ങളോളം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു തെറ്റായ സൂചന സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. ഇത് തീർത്തും അപലപനീയമായ ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തിയ ആ പാസ്റ്റർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുകൊണ്ട് കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം. ആ പാസ്റ്റർ ഉൾപ്പെടെ ആ യോഗത്തിന് അവസരമുണ്ടാക്കിയ ഇതര വ്യക്തികളെ കൂടി ഈ നിയമം അനുസരിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആവശ്യം. ഇനിയും ഇത്തരത്തില് ഈ ഭാരതത്തിലെ ഒരൊറ്റ ധാർമ്മിക ആചാര്യന്മാരെയും സമുദായ സംഘടനാ നേതാക്കന്മാരെയും മോശമായി പറയാനുള്ള അനുവാദം ഇവരുടെ ഭാഗത്ത് കൊടുക്കരുത്. ഇവർക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. അത്തരത്തിലുള്ള പ്രസംഗങ്ങളോ അത്തരത്തിലുള്ള പരാമർശങ്ങളോ ഇത്തരത്തിലുള്ള പാസ്റ്റർമാർ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശ്വ ഹിന്ദു പരിഷത്ത് കയ്യും കെട്ടി നോക്കിയിരിക്കുകയില്ല. അത്തരത്തിലുള്ള ആൾക്കാരെ അതേ രീതിയിൽ തന്നെ നിയമപരമായിട്ടും ഒക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ വിശ്വ ഹിന്ദു പരിഷത്ത് തയ്യാറാണ്. അതിനുള്ള സാഹചര്യം ദയവായി ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് ഈ പാസ്റ്ററിനെ പോലെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്. തീർത്തും അപലപനീയമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനെ പൊതുസമൂഹം തീർത്തും അവഗണിക്കുകയും ഇത്തരത്തിലുള്ള കുറ്റം ചെയ്ത വ്യക്തിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ NSS നേതൃത്വം ഒരു മുൻകൈ എടുക്കണമെന്നും ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഇതൊക്കെയാണ് അടി ചോദിച്ച് വാങ്ങുന്നവൻ എന്ന് പറയുന്നത്. ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ അവറുകളുടെ സിനിമ ഇറങ്ങാത്തത് ധാരാളം സർട്ടിഫിക്കറ്റ് വേണ്ടി വരുമെന്നതിനാലാണെന്നാണ് മഹാന്റെ വാദം. അനിൽ കൊടിത്തോട്ടം എന്ന പാസ്റ്റർ നേതൃത്വം തല്ലുകൊള്ളി ദുർവിഷ പ്രസംഗം നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇവനൊക്കെ ഹിന്ദു എന്ന് കേൾക്കുമ്പോഴേ ഹാലിളകും. നായർന്ന് കേട്ടാൽ പിന്നെ അവന് ബോധക്ഷയം വരെ വന്നേക്കാം. പുലയ സമുദായത്തിൽ ജനിച്ച ഇവന് സ്വന്തം ജന്മത്തോടും ജാതിയോടുമുള്ള അപകർഷതാ ബോധം കാരണം മതം മാറിയവനാണ്. ഈ നികൃഷ്ടനെ പാരമ്പര്യമുള്ള ഏതെങ്കിലും ക്രിസ്ത്യാനി അംഗീകരിക്കുമോ? വിദേശ ഫണ്ട് വാങ്ങി ഭാരതം ക്രൈസ്തവവൽക്കരിക്കാൻ അച്ചാരം വാങ്ങി നടക്കുന്ന ഒരു നാണം കെട്ടവൻ നാളെ ഇവന്റെ പരമ്പരകളും പറയും ഞങ്ങൾ തോമാസ്ലിഹ മതം മാറ്റിയ നമ്പൂതിരിമാരാണെന്ന്. ഇതൊന്നും കേട്ട് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ മിണ്ടാതിരിക്കുമെന്ന് നീ ഒന്നും വിചാരിക്കേണ്ട. ഇത്തരം നാറുകൾക്കെതിരെ ഔദ്യോഗികമായി തന്നെ സംഘടനകൾ പരാതി നൽകുകയും വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യുകയും ചെയ്യും.